ജനങ്ങളെ അത്ഭുതാതരങ്ങളോട് ഈ നോക്കി കാണാൻ പറ്റും. അത്തരമൊരു ജില്ലയാണ് ഇവിടെ. ഒരിടത്തും ഒരു വോട്ടും അവസരവാദികളുടെ നിലപാടിന്റെ ഭാഗമായി കുറയില്ല എന്നത് കണ്ടോളൂ. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 5000 BJP വോട്ട് ലഭിക്കും, അതോടൊപ്പം തന്നെ 15000 CPM വോട്ട് ലഭിക്കും, അങ്ങനെ താൻ എന്നാണ് ജി സുധാകരൻ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെകുത്തരം എന്നൊരു പ്രയോഗത്തിൽ നടത്തിയത് അത് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ബഹുമാനമാണ് ഇവിടെ ഇപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ഇതില് ഈ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ ഉള്ള ദയനീയതയുണ്ടല്ലോ, അത് വേറൊരു ഭാഗമാണ്. ഈ ഒരു സുപ്രഭാതത്തിലായിരിക്കില്ലല്ലോ ഇത് നടന്നത്. ഇതിന്റെ ഭാഗമായുള്ള ആലോചനകൾ നേരത്തെ നടക്കുന്നുണ്ടാവും. കോൺഗ്രസിന്റെ ചില നേതാക്കളും ഇദ്ദേഹവുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ടാവും. ആ ആലോചനയിൽ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തിയ ഒരു കണക്കായിരിക്കും ഇത്. ഒരു CPIഎമ്മിനെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. താൻ CPIഎമ്മിൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയായാൽ 10000 അല്ലേ 15000 15000 വോട്ട് CPIഎമ്മിൽ നിന്ന് ഇങ്ങനെ അടർന്ന് ഇങ്ങോട്ട് തന്നോടൊപ്പം വരും. ഇതായിരിക്കും ആലോചന നടത്തുമ്പോൾ പറഞ്ഞ ഒരു കാര്യം. അത് കോൺഗ്രസിനും കുറച്ച് നല്ല ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം CPIഎമ്മിന്റെ കൂടെയുള്ള 15000 ആളുകൾ കുറയാന്ന് പറഞ്ഞാൽ CPIഎം നല്ലതുപോലെ ദുർബലപ്പെടുമെന്നാണല്ലോ അർത്ഥം. അപ്പം അതിനെ അവർ നല്ല നിലക്ക് കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിന്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണണ്ടേ? അതല്ലേ മറ്റേ 10000ന്റെ കണക്ക്. 10000 അല്ലേ 5000. BJPയുടെ വോട്ട് 5000 കിട്ടുമെന്ന് പറഞ്ഞത്. അത് ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പറയല്ലേ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട്. അപ്പോ BJPയുടെ കൂടി സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ അദ്ദേഹം മാറുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ പറ്റും എന്നാണല്ലോ കണക്കൂട്ടൽ. ഈ ആലോചന നേരത്തെ നടന്നിട്ടുണ്ടാവുമല്ലോ. ആ ആലോചനകൾ BJPക്കാരുമായിട്ട് നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇനി BJPക്ക് നൽകിയിട്ടുള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോ അദ്ദേഹം വന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന മട്ടിലാണ്. പക്ഷേ ഇത്തരത്തിലൊരു നിലയെടുത്ത് വോട്ട് BJPയിൽ നിന്ന് കൂടി വാങ്ങാൻ സ്വതന്ത്ര വേഷമാണ് നല്ലത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ? ഏതായാലും രണ്ടു കൂട്ടരും കൂടി കണ്ടൊരു അഭിപ്രായമാണല്ലോ. അപ്പോൾ BJP കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അമ്പലപ്പുഴയിൽ CPIഎമ്മിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നാണല്ലോ നോക്കുന്നത്. അമ്പലപ്പുഴ ഇപ്പോൾ കുറച്ച് ദീർഘകാലമായിട്ട് തന്നെ LDF ജയിച്ചു വരുന്നൊരു മണ്ഡലമാണല്ലോ. ഇവിടെ LDFനെ പരാജയപ്പെടുത്താൻ BJPയുടെ കൂടി സഹായം സ്വീകരിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത്. എന്തൊരു ഗതികേടാണ് എന്ന് നോക്കണം. കോൺഗ്രസും UDFും കാണിച്ച ഗതികേട് അത് അങ്ങേയറ്റം പാപ്പരായ ഒന്നാണ്. ഇതിൽ പരം ഗതികേട് വരാനില്ല ഒരു പാർട്ടിക്കും മുന്നണിക്കും. അതിൻ്റെ കൂടെ ഇത്തരമൊരു ആളെ സ്വീകരിച്ച് ഞങ്ങളെ തകർക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് കഴിയുന്നതല്ല. അമ്പലപ്പുഴ ഈ കഴിഞ്ഞ കാലത്ത് LDFനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇത്തവണയും നല്ല നിലയിൽ തന്നെ LDFനോടൊപ്പം അമ്പലപ്പുഴ നിൽക്കുമെന്നതിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.